നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു എക്സ്പെൻസ് ട്രാക്കറിൻ്റെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട ഫങ്ഷണാലിറ്റീസ് ആയിട്ടുള്ള ആഡ്, എഡിറ്റ്, ഡിലീറ്റ്, വ്യൂ, ഇത്രയും പോർഷൻസ് നമ്മൾ കവർ ചെയ്തതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് ഫ്രണ്ട് എൻഡ്, അതായത് നമ്മുടെ HTML കോഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇതിൽ ക്ലയൻറ്റ് സൈഡിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് കാണിക്കുന്നത്. ബാക്ക് എൻഡ് സെർവറിൽ നിന്ന് എടുത്ത് ലോഡ് ചെയ്ത് ഡാറ്റ ആഡ് ചെയ്യുന്നത് ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഇതിലേക്ക് ഡാറ്റ ആഡ് ചെയ്യുക, അവിടുന്ന് എങ്ങനെ ഡാറ്റ ഇങ്ങോട്ട് റീഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഡിസൈനിങ്ങിലേക്കൊന്നും അത്ര ഫോക്കസ്ഫുള്ളി നോക്കുന്നില്ല, ഒരു മിനിമൽ ഡിസൈൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് അതിനകത്താണ് ഈ പരിപാടികൾ ചെയ്യുന്നത്. ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇഷ്യൂസ് വരും. നമ്മുടെ എക്സ്പെൻസ് ട്രാക്കറിലെ എക്സ്പെൻസ് ട്രാക്കർ ഡെമോ എന്ന് പേര് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് മെനു ഡ്രിവൺ എന്നുള്ള കൺസെപ്റ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതാണ് ഞാനിത് സെപ്പറേറ്റ് ചെയ്തത്. നമുക്കിവിടെ ആക്ച്വലി കംപ്ലീറ്റ്ലി UI-യിൽ നിന്ന് നമ്മൾ ഡാറ്റ ആഡ് ചെയ്യും. ആ ഡാറ്റ വെച്ചിട്ട് ലിസ്റ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഇങ്ങനൊരു ഓപ്ഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, അതിനു വേണ്ടി നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ റണ്ണാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിപ്പോൾ ഒഴിവാക്കാം. ഇത് ശരിക്ക് നമ്മൾ ഒരു മെയിൻ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കോഡൊന്നും ഇങ്ങനെ വാരി വലിച്ച് എഴുതരുത്. ഒക്കെ ആവശ്യമില്ല ഓരോ സെപ്പറേറ്റ് ആക്കി സെപ്പറേറ്റ് ഫോൾഡറിനകത്ത് ചെയ്തിടണം. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. നമ്മളെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് റൺ ആവുന്നത് ഈ ഒരു പോർഷനാണ്. നമുക്ക് ഇത് ആവശ്യമില്ല ഈ പ്രോജക്റ്റിൽ. HTML ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു ഡിസൈനിങ്ങിൻ്റെ ഒരു പണിയുണ്ട്, നമുക്ക് ആദ്യം അത് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്തില്ലേ. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്ത ഫയൽ മാറിപ്പോയിട്ടുണ്ട്. എനിക്കേതാ വേണ്ടത്? ഇതാണ് വേണ്ടത്. കൺസോളിൻ്റെ ആവശ്യം നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴാണ് മെയിൻലി വേണ്ടത്. പക്ഷെ ഞാൻ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാലും. ഓക്കെ, നമുക്കിവിടെ വേണ്ടത് എന്താ വെച്ചാൽ അത് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാം. നമുക്കൊരു ഇൻപുട്ട് ബോക്സ് വേണം ഫോർ റീഡിങ് എമൗണ്ട്. അതുപോലെ തന്നെ input box for വേറെ എന്തായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റിൽ എന്തൊക്കെയായിരുന്നു ഡിസ്ക്രിപ്ഷൻ. for reading description. പിന്നെ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ഫോർ നമ്മുടെ മോഡ്, ഫോർ ചൂസിങ് മോഡ്. പിന്നെ വേണ്ടത് എ ബട്ടൺ ഫോർ ആഡിങ് or submitting
ഡാറ്റ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. പിന്നെ അതിന് താഴെ വേറൊരു ഓപ്ഷൻ കൂടെ വേണം, ഫോർ ലിസ്റ്റിംഗ് ഡാറ്റ. നമുക്ക് നമ്മുടെ ആഡ് ചെയ്യപ്പെട്ട ഡാറ്റ ഒക്കെ ലിസ്റ്റ് ചെയ്യണ്ടേ, അതിനുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു താഴെ വേണ്ടത്. നമുക്ക് ആദ്യം 1 by 1 ആയിട്ട് ചെയ്യാം. ആദ്യം ഒരു ഇൻപുട്ട് ബോക്സ് വേണം, 3 ഇൻപുട്ട് ബോക്സ് വേണം, സോറി 2 പിന്നെ അതിലൊരെണ്ണം എന്താണ്, ഡ്രോപ്പ് ഡൗൺ ആണ്. നമുക്ക് ആദ്യം അത് ചെയ്യാം. ഇതിലെ ഓരോ ആട്രിബ്യൂട്ട്സും മറന്നിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് ഇത് നമ്മളെ എലമെന്റ്, ഇത് ആട്രിബ്യൂട്ട്സ് ആണ്. ഓക്കെ, പ്ലേസ് ഹോൾഡർ എന്തിനാ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. ഇൻപുട്ടിൽ ഇത് എഴുതി വരും എൻ്റർ ദ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ വേറെ വാല്യൂസ് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. അപ്പോൾ ഒരു ഹിൻറ്റ് പോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്. ID നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു എലമെൻറ്റിന് വരുന്ന ID. ഓക്കെ, അപ്പോൾ ID ഇല്ലാതെ നമുക്ക് എലമെൻറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് പിന്നീട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ID ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ID കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ഞാനൊന്നും കളയാത്തത്. ഓക്കെ, ഈ ഡ്രോപ്പ് ഡൗണിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സെലക്ട് ബോക്സ് വേണം. അപ്പോൾ ചൂസ് മോഡ് സെലക്ട്. ഒരു ബട്ടനും വേണം. മെത്തേഡ് പടം കിടക്കട്ടെ, നമുക്കത് ഡിഫൈൻ ചെയ്യാം. ലിസ്റ്റ് ചെയ്യുന്ന പോർഷൻ ആദ്യം ഇതിൻ്റെ ഡിസൈനൊക്കെ ഏകദേശം ഒന്ന് നോക്കിയിട്ട് അതിന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എമൗണ്ട്, ഡിസ്ക്രിപ്ഷൻ, എക്സ്പെൻസ് ആണോ ഇൻകാണോ എന്നുള്ളത്, പിന്നെ ഫൈനലായിട്ട് ഒരു ബട്ടനും ഉണ്ട്. ഓക്കെ, നമുക്ക് ആ മെത്തേഡ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ പഴയ മെത്തേഡാണ്. ആഡ് എക്സ്പെൻസ് പറഞ്ഞ മോഡ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മോഡിനെ ബേസ് ചെയ്തിട്ട് ഡാറ്റ എടുത്ത് ആഡ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ പ്രോംപ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ എന്താ വേണ്ടത്, പ്രോംപ്റ്റ് അല്ല വേണ്ടത്. ഇവിടെ നമുക്ക് ഈ ഇൻപുട്ടിൽ നിന്ന് ഡാറ്റ എടുക്കുന്ന രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൽ നമുക്ക് മോഡ് ഇവിടെ പാസ് ചെയ്യാതെ നമുക്ക് ID വെച്ചിട്ട് എടുക്കുന്ന രീതിയിൽ ചെയ്യാം. ഇവിടെ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഗെറ്റ് എലമെന്റ് ബൈ ID. അങ്ങനെ പറഞ്ഞാൽ ആ ഈ എലമെന്റിൽ നിന്ന് ID എമൗണ്ട് ആയിട്ടുള്ള എലമെന്റ് എടുക്കും. അതിൻ്റെ എന്താണ് അതേ ഡോട്ട് വാല്യൂ. അപ്പോൾ എന്ത് സംഭവിക്കും, അതിലെത്രയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അത് എമൗണ്ടിലേക്ക് എടുക്കും. അതാണ് ഇവിടെ ചെയ്യുന്നത്. സെയിം വേ നമുക്ക് ഇവിടെ അത് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൻ്റെ വാല്യൂ എന്താ വെച്ചാൽ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ID നമ്മുടെ എക്സ്പെൻസ് ലിസ്റ്റ് ഓൾറെഡി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ലോജിക്ക് അത് തന്നെ മതി. പിന്നെ നമ്മൾ എക്സ്പെൻസ് ആഡ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ID ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ള ID വരും. മോഡ് കൊടുത്തിട്ടില്ല അല്ലേ. ലെറ്റ് മോഡ് ഈക്വൽ ടു ഡോക്യുമെന്റ് ഗെറ്റ് എലമെന്റ് ബൈ ID മോഡ്. ഓക്കെ, നമുക്ക് ഈ വാല്യൂസ് ഒക്കെ റീഡ് ആയോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത് അപ്പെൻഡ് ചെയ്യണ്ട, പുഷ് ചെയ്യേണ്ട, പകരം നമുക്കിത് വർക്ക് ആവുന്നുണ്ടോ നോക്കാം. അലേർട്ടോ കൺസോൾ എന്തെങ്കിലും കൊടുത്താൽ മതി. കൺസോൾ കൊടുക്കാം, അലേർട്ട് പിന്നെ ഓക്കെ അടിക്കാൻ നിൽക്കണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടിട്ട് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും തോന്നുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. 3-4 ഫീൽഡ് ആഡ് ചെയ്ത്
ഒരു ബട്ടണും കൊടുത്ത് ആഡ് എക്സ്പെൻസ് കൊടുക്കുമ്പോൾ ഈ ഇൻപുട്ടിലുള്ള വാല്യൂസ് ഒക്കെ എടുത്തിട്ട് ഇവിടെ കൺസോളിൽ വരണം. അത്രേ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് വർക്കാവുണ്ടോ നോക്കാം. എമൗണ്ട് ഞാനൊരു 10 അടിച്ച് ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റ് അടിച്ച് ക്ലയൻറ്റ് മോഡ് എക്സ്പെൻസ് ഇൻകം കൊടുത്തു ആഡ് കൊടുത്തു നോക്കി. ഓക്കെ, ഡാറ്റ വരുന്നുണ്ട്. ഒന്ന് റീലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ആഡ് കൊടുത്തു നോക്കുകയാണ്. ഓക്കെ, മോഡ് എക്സ്പെൻസ് വന്ന് ഡിസ്ക്രിപ്ഷൻ എമൗണ്ട് ഒക്കെ എംറ്റി ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണക്ഷനൊക്കെ ഓക്കെയാണ്, വർക്കിംഗ് ആണ്. ജാവാസ്ക്രിപ്റ്റിലേക്ക് ഡാറ്റ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് വാലിഡേഷൻ ഞാൻ പിന്നെ ചെയ്യാം, ഇപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. ഈ എക്സ്പെൻസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരണം. ഓക്കെ, അപ്പം അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഡിവ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആ ഡിവിനകത്ത് നമുക്കൊരു സബ് ഡിവ് ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ എന്തിനാന്ന് ഞാൻ ഒന്ന് കളർ കൊടുത്തിട്ട് ചെയ്യാം. സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്യാം. അതിനു വേണ്ടി സ്റ്റൈലിൽ ഞാൻ കണ്ടെയ്നർ എന്ന് പറഞ്ഞ്, കണ്ടെയ്നർ വേണ്ട, സിമ്പിളായിട്ട് ഓക്കെ കണ്ടെയ്നറിനായിക്കോട്ടെ. കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്ര ഹെവി സ്റ്റൈലിംഗ് ഒന്നുമല്ല, അല്ലാണ്ട് പ്രതീക്ഷിക്കൊന്നും വേണ്ട. പെട്ടെന്ന് ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ജസ്റ്റ് കൊടുക്കുന്നതെന്നുള്ളൂ. സ്റ്റൈലിംഗ് അത്യാവശ്യം ടൈം എടുക്കുന്ന പരിപാടിയാണ്, അതുകൊണ്ട് വല്ലാണ്ട് ടൈമൊക്കെ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ക്ലാസ് അവിടെ കൊടുത്തു. ഞാൻ ഈ കണ്ടെയ്നറിന് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ഹൈറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് തൽക്കാലം. ഹൈറ്റ് ഈക്വൽ ടു 100 VH കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ലൈറ്റ്, ഏതെങ്കിലുമൊക്കെ ഒരു കളർ കൊടുക്കാം. എന്താണ് ഇവിടെ വരുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് ഒരു വെടുത്തും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 500 px കൊടുത്ത് നോക്കട്ടെ. കുറച്ച് കൂട്ടി കൊടുക്കാം. ഓക്കെ, മേ ബി നമുക്ക് ഇതൊന്ന് സെൻറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു ടാഗ് ഉണ്ട്, അത് കൊടുത്താൽ മതിയാവും. നോക്കാം, അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ഡിസൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇത് മതി. ഇതൊന്നും ഇപ്പോൾ ആരും യൂസ് ചെയ്യാത്ത കാര്യങ്ങളാട്ടോ. അതായത് ഈ സെൻറ്റർ ടാഗൊക്കെ ശരിക്ക് നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഇത് സ്റ്റൈലിങ് പഠിക്കുമ്പോൾ നമുക്ക് ഇതന്നെ ധാരാളമാണ്. പക്ഷേ ഒരു ഇൻഡസ്ട്രി ലെവലിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പകരം ഒക്കെ നല്ലൊരു സ്ട്രക്ചർ കീപ്പ് ചെയ്യണം. അതൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണം. അതിൻ്റെ ലേഔട്ടൊക്കെ കറക്റ്റ് പക്കയാക്കി ചെയ്യണം. എന്നാലേ അത് സൂം ഇൻ ചെയ്യുമ്പോഴും സൂം ഔട്ട് ചെയ്യുമ്പോഴൊന്നും ബ്രേക്ക് ആവാതിരിക്കുള്ളൂ. വെബ്സൈറ്റൊക്കെ നമ്മൾ മൊബൈലിലേക്കും ടാബിലേക്കും കമ്പ്യൂട്ടറിലേക്കും പല ഇഞ്ചസുള്ള കമ്പ്യൂട്ടേഴ്സും ഉണ്ടാവും. അതിനൊക്കെ കോമ്പാക്റ്റബിൾ ആവുന്ന രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യണം. അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ പഠിക്കുള്ളൂ. അതിന് സെപ്പറേറ്റ് ഒരു CSS ട്യൂട്ടോറിയൽ കംപ്ലീറ്റ്ലി ഇരുന്ന് പഠിക്കേണ്ട വേണം. ഓക്കെ, അപ്പം അത്ര ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ കാണിച്ചു തരുന്നത്. കാരണം ഇതൊക്കെ കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടല്ലോ വിചാരിച്ചിട്ട് മേ ബി നിങ്ങൾ ആ ഭാഗത്തേക്കേ പോവില്ല. അപ്പോൾ ഇതിൻ്റെ ആദ്യം കോർ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പിന്നെ അതിൻ്റെ ഡെപ്തിലേക്കാണ് പോവുക. അതുകൊണ്ടാണ് ഓരോ പ്രോജക്റ്റ് ചെയ്യാനും മാസങ്ങളും കൊല്ലങ്ങളും വർഷങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സ്പേസിങ് ആഡ് ചെയ്യാം. മാർജിൻ ഇട്ടാലും മതി. സിമ്പിളായിട്ട് നമുക്കൊരു BR ഇട്ടാലും നമുക്ക് ആ ഒരു ഫങ്ഷനാലിറ്റി അച്ചീവ് ചെയ്ത് കിട്ടും. അതിൻ്റെ ഒരു 3-4 കോപ്പി എടുത്തിട്ട് ഒന്ന് റീലോഡ് ചെയ്തു. ഇവിടെ കുറച്ച് സ്പേസ് വന്നു, കുറച്ച് അധികമായി തോന്നുന്നുണ്ട്. 2 മതി. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോർഡർ ആഡ് ചെയ്യാം. ബോർഡർ ബ്ലാക്ക്, ബോർഡർ കളർ. ഓക്കെ, ഇപ്പോൾ ഒരു ബോർഡറും വന്ന്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് നമ്മുടെ
എക്സ്പെൻസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു എന്ത് വേണം, ഒരു ഡിവ് വേണം. ഓക്കെ, എക്സ്പെൻസ് ലിസ്റ്റ് വന്നോട്ടെ, പക്ഷെ നമുക്ക് ഇത് വേണ്ട. ഇവിടെ പകരം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു കമ്പോണന്റ് ബിൽഡ് ചെയ്തെടുക്കണം. കമ്പോണന്റ് എന്ന് പറയുന്നതൊന്നുമില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഡിവ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു യുണീക്ക് ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കമ്പോണന്റ് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഒരു കമ്പോണന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. റിയാക്റ്റിലൊക്കെ അധികം ആ ടേമാണ് യൂസ് ചെയ്യുക. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, ആ ഒരു ലെവലിൽ പോകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഫീൽഡുകൾ ആഡ് ചെയ്യണം. ഓക്കെ, ഫീൽഡ് അല്ല, ഒരു ഡിവ് ആഡ് ചെയ്യണം. അത് റിപ്പീറ്റഡ്ലി വരുന്ന രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഒരു ഡിവ് കൊടുത്തു, അതിനകത്ത് നമ്മുടെ ഒബ്ജക്റ്റിൽ എന്തൊക്കെയാണ് വരിക, ID, മോഡ്, ഡിസ്ക്രിപ്ഷൻ. തൽക്കാലം ഇത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ID ഉണ്ടാവും, പിന്നെ മോഡ് എക്സ്പെൻസ് ഇൻകാണോ എന്നുള്ളത് ഉണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, എമൗണ്ട് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇനി ഇതിനെ എന്ത് ചെയ്യാം, ഓരോന്ന് സെപ്പറേറ്റ് ആക്കി വെക്കാം. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് സ്പാൻ എന്നുള്ള ടാഗാണ്. സ്പാൻ ID വന്നിട്ടുണ്ട്. ആക്ച്വലി അവിടെ ID എന്നല്ല വരണ്ടേ, IDൻ്റെ വാല്യൂ ആണ് വരണ്ടേ. ഇങ്ങനെ നിൽക്കട്ടെ. നമുക്കൊരു പിന്നെന്തൊക്കെ വേണ്ട, എക്സ്പെൻസ് മോഡിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് ആണോ ഇൻകാണോ എന്നുള്ളത് വേണം. ഡിസ്ക്രിപ്ഷൻ, ഈ IDക്ക് ഹാഷ് ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഹാഷ് യൂസ് ചെയ്യാം. നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ട് നോക്കാം. വന്നില്ല. ഓക്കെ, 100 സ്റ്റാർട്ടിങ്ങിൽ പോട്ടെ. ഇനി നമുക്ക് ആ കമ്പോണൻറ്റിനൊന്ന് നല്ലൊരു വൃത്തിയിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം 2-3 ഡ്യൂപ്ലിക്കേറ്റ്. ഓക്കെ, അതിന് നമുക്ക് ക്ലാസ് നെയിം ഒക്കെ ഡിഫൈൻ ചെയ്യാം. ക്ലാസ് ഇതിനെന്ത് പേര് കൊടുക്കാം, കണ്ടെയ്നർ വേണ്ട, എക്സ്പെൻസ് ലിസ്റ്റ് കാർഡ്. ഓക്കെ, ലിസ്റ്റ് കാർഡ് എന്ന് ഞാൻ ജസ്റ്റ് പേര് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് ഈ 4 സാധനങ്ങൾ. ഓക്കെ, സേവ് ചെയ്തു. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും അവിടെ കാണൂല. ഡോട്ട് ലിസ്റ്റ് കാർഡ്, നമുക്ക് ഇതിനകത്ത് ഓക്കെ തന്നെ വേണ്ടത്. സ്പേസ് ബിറ്റ്വീൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവകളൊക്കെ ഈക്വൽ സ്പേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് നിൽക്കും. അപ്പോൾ തൽക്കാലം നമുക്കിത് മതി. നമുക്ക് വേണമെങ്കിൽ ഒരു ഹെഡിങ്ങും കൂടെ കൊടുത്താൽ വൃത്തിയായി അല്ലേ. ലിസ്റ്റ് ഫസ്റ്റ് 1 എന്ന് പറയുന്നത് നമ്മുടെ ഹെഡിങ് ആയിക്കോട്ടെ. ID ആണ് ഇവിടെ, എമൗണ്ട് ഇവിടെ ഇതിനിപ്പോൾ എന്താ പറയുക, എക്സ്പെൻസ് ആണോ ഇൻകാണോ എന്നുള്ള ട്രാൻസാക്ഷൻ ടൈപ്പ് കൊടുക്കുക. അല്ലെങ്കിൽ മോഡല്ലേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള. ഡിസ്ക്രിപ്ഷൻ ഓക്കെ, അതവിടെ വന്നിട്ടുണ്ട്. നമുക്കൊരു മാർജിൻ ബോട്ടം കൊടുക്കാം, കുറച്ച് വിട്ട് നിന്നോളും. മാർജിൻ ബോട്ടം 10 ഒന്നും വേണ്ട, ഒരു 2 നിർത്താക്കാം. ഡിസൈനിന് പണിയെടുക്കാൻ അത്യാവശ്യം ടൈം പോകുന്ന ഒരു ഏരിയയാണ്. ബോർഡർ വേണ്ട, പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് കൊടുക്കാം. വൈറ്റ്
ലൈറ്റ് തീരെ കാണുന്നില്ല. കളർ ആയിക്കോട്ടെ അല്ലേ. ഓക്കെ, ഒരുമാതിരി കളർ ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. ഓക്കെ, സ്പേസ് അറൗണ്ട് ആയിരിക്കും ഒന്നും കൂടെ ബെറ്റർ തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. അല്ലാണ്ട് ഡിസൈൻ വന്നു കഴിഞ്ഞാൽ അതാണ് പ്രശ്നം, ടൈം പോകുന്നത് അറിയില്ല. നമുക്ക് ഈ ടോപ്പിലത്തെ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോൾഡ് ആക്കി നിർത്താണെന്നുണ്ടെങ്കിൽ ബോൾഡ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബോൾഡ് അവിടെ ആഡ് ചെയ്താൽ നടക്കുമോ നോക്കാം. ഓക്കെ, ബോൾഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മളെ ഹെഡിങ് അത്യാവശ്യം ബോൾഡ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കളർ എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ മാറ്റാൻ പറ്റും. ബ്ലൂ കളറായി വേണ്ട, നമുക്കിപ്പോൾ ബ്ലാക്ക് തന്നെ മതി. ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ടി വരിക എന്താണ്, ഇതിൻ്റെ ഒരു കോപ്പി ആണ് കാര്യമായിട്ട് വേണ്ടി വരിക. ആ കോപ്പി ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഒരു ഡിവിനകത്ത് ഇടുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, എന്നാൽ നമുക്ക് ആ ഡിവിൻ്റെ ഉള്ളിലേക്ക് ഡാറ്റ ആഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ div ക്ലാസ് അല്ല, നമുക്ക് ഇവിടെ ഐ ഡി ആണ് ഫസ്റ്റ് വേണ്ടത്. ഐ ഡി ഈക്വൽ ടു എന്താ കൊടുക്കുക, ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നില്ല, അത് തന്നെയാണ് ഇങ്ങനെ കൊടുത്തത്. ഇതിന് പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മളെ ഏകദേശം ഡിസൈന് ഒരു പരിധി വരെയൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലിസ്റ്റ് ചെയ്യുന്ന പോർഷൻ നോക്കാം. ലിസ്റ്റ് ചെയ്യുന്ന പോർഷൻ ഷോ മെസ്സേജ് അല്ല, ലിസ്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ലോഗ് ചെയ്യാണ്. നമുക്ക് ആക്ച്വലി ഇവിടെ ലോഗ് അല്ല ചെയ്യേണ്ടത്, പകരം എന്താ വേണ്ടത്, നമുക്ക് മെസ്സേജ് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. നമുക്കിവിടെ വേണ്ടത് ഓക്കെ, ട്രാൻസാക്ഷൻ ഡോട്ട് ഇന്നർ HTML ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ക്രിയേറ്റ് എലമെന്റ് അല്ല വേണ്ട. അതിനൊരു ഡെമോ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ മേലെ ഡിസൈൻ ചെയ്തിട്ടുള്ളതിൻ്റെ കോപ്പി തന്നെയാണ് ഇത്, വേറെ ഒന്നുമല്ല. കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക. അതാണ് ഞാൻ ആദ്യം ഇവിടെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്പുട്ട് കാണേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇവിടെ നമ്മൾ എഴുതുന്ന സ്ഥലം എല്ലാം ഓക്കെ. ഇവിടെ ഒരു ട്രിപ്പിൾ കോട്ട് ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ആവുമായിരിക്കും, നോക്കട്ടെ. വർക്കാവുന്നില്ല. ഓരോ ലാംഗ്വേജിൽ ഓരോ പോലെയാണ്, വർക്ക് ചെയ്യില്ല. ഒന്നുമില്ല, നമുക്ക് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ആ ട്രാൻസാക്ഷനിൽ ഒരു എലമെന്റ് ആണ് കീപ്പ് ചെയ്യുന്നത്. ആ എലമെന്റ് ഏതായിരിക്കണം, നമ്മുടെ ഈ ഒരു ഡിസൈൻ ആയിരിക്കണം അതിൽ വരേണ്ടത്. അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. സിംഗിൾ ലൈൻ ആക്കുകയാണ്, വേറെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഒക്കെ അവിടെ തന്നെ ഉണ്ട്, ഒന്നിനെയും കളയാനൊന്നുമില്ല. ഇവിടെ രണ്ടിടത്തും ഇവിടെ സിംഗിൾ കോട്ട്സ് ആക്കുന്നുണ്ട്. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എക്സ്പെക്റ്റഡ് കോമേ, ഇതിനിപ്പോൾ എന്തിനാ കോമൻ്റെ ആവശ്യം?
സെമിക്കോളൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. ഓക്കെ, സെമിക്കോളൻ കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ നമ്മളെ ഈ കോഡ്സിനെ അവർ ഈ രീതിയിലാക്കി. അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇതും ഫൈനാണ്. ഇനി document dot get element by id. ഇവിടെ എന്തായിരുന്നു id? transactions. dot inner html കൊടുത്തിട്ട് ട്രാൻസാക്ഷൻ അപ്പൻഡ് ചെയ്തിട്ട്. അപ്പോൾ ഇത് ലൂപ്പിൻ്റെ ഉള്ളിൽ നടക്കുന്ന പരിപാടിയാണ്. ഓക്കെ, നമ്മുടെ എക്സ്പെൻസറിൻ്റെ ലെങ്ത് അനുസരിച്ച് അത്രയും ഡാറ്റ അവിടെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടിടാനുള്ളൊരു രീതിയാണ് ഈ കാണിക്കുന്നത്. റീലോഡ് ചെയ്ത് നോക്കാം. വർക്കായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, വർക്കാവാത്തതിന് കാരണം നമ്മൾ ഇതിനെ കോൾ ചെയ്തിട്ടില്ല. ആക്ച്വലി ഈ ഫങ്ഷൻ കോൾ ചെയ്യണ്ടേ, നല്ല വർക്കാവുള്ളൂ. എക്സ്പെൻസറെ കോൾ ചെയ്ത് റീലോഡ് ചെയ്ത് നോക്കട്ടെ. എന്തോ ഒരു എറർ കാണിക്കുന്നുണ്ട്. എക്സ്പെൻസർ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, നമ്മുടെ പേര് എന്ത് ചെയ്യുന്നു? എക്സ്പെൻസ് ലിസ്റ്റ് ആയിരുന്നു അല്ലേ. റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഡാറ്റ വന്ന്. ഇതിങ്ങനെ എടുത്ത് വെക്കുക. എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സുഖം. ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതില്ലാത്ത എനിക്ക് ചെയ്യുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എടുത്ത് വെക്കണേ. അതുകൊണ്ട് ആവശ്യം പ്രത്യേകിച്ച് ഇപ്പോൾ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാം സെയിം ഡാറ്റ ആണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഡാറ്റ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ആ വേരിയബിൾ അവിടെ വരുത്തിയാൽ മതി. അതിനുള്ള വഴി നമുക്ക് നോക്കാം. നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് 1 by 1 ആയിട്ട് ആഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ കൊടുക്കുക, 2 പ്ലസ് ഇടുക. അതിനകത്ത് എന്ത് ചെയ്യാം? നമ്മൾ ആ വേണ്ടപ്പെട്ട ഐഡി ആണെങ്കിൽ id എന്താ വെച്ചാൽ അത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഹാഷ് എടുത്ത് ഒഴിവാക്കിയില്ലേ. ഹാഷ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇപ്പോൾ അവിടെ കണ്ടോ 1 2 3 വന്ന്. ഓക്കെ, സെയിം വേറൊരു ഓപ്ഷൻ JSXലൊക്കെ ഉണ്ട്. അത് ഇവിടെ വർക്ക് ആവുമെന്ന് ഞാൻ നോക്കട്ടെ. അത് അവിടെയും വർക്കായിട്ടുണ്ട്. അപ്പം എന്നാൽ ഞാൻ കാണിച്ചു തരാം. ഇതിന് നമ്മൾ ഈ ഡബിൾ കോഡ്സ് ഇടുന്നതിന് പകരം ഈ ടിൽഡ് പറഞ്ഞിട്ടൊരു ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, നമ്മുടെ എസ്കേപ്പ് ബട്ടന് നേരെ താഴെ ഉള്ളതാണ്. അത് വെച്ചിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രിങ്ങിനകത്ത് തന്നെ ഡാറ്റ കൊടുക്കാൻ പറ്റും. കാണിച്ചു തരാം. ഇവിടെ പ്ലസ് ഇട്ടിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്താക്കി എടുക്കണം? ഒരു കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടിടണം. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡോളറും കൊണ്ടിടുക. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മുടെ ആ ഒരു സ്ട്രിങ്ങിൻ്റെ ഇടയിൽ ഒരു വേരിയബിൾ ആഡ് ചെയ്തു. ആ സെയിം വേ നമുക്ക് എമൗണ്ടിനെ മാറ്റിയിട്ട് അവിടെ അത് പേസ്റ്റ് ചെയ്യുക. എമൗണ്ട് കൊടുക്കുക. ഇനി ഓക്കെ, മോഡ്. ശരി, മോഡ് കൊടുത്ത് ഇവിടെ ഒരു ഫുഡ് എന്തായിരുന്നു? നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു. റീലോഡ് ചെയ്ത് നോക്കാം. എന്തോ എറർ എവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകെ നോക്കണം. ഓക്കെ, ഇയാളായിരിക്കും വില്ലൻ. എ എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. മേ ബി അന്നായിരിക്കും. എ ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ഒരു ലൂപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ആള് ബ്രേക്കായി. അതിൻ്റെ കാരണം അതായിരുന്നു. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, എക്സ്പെൻസ് ഇൻകം എന്നൊക്കെ മാറി മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഡാറ്റ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ആഡ് ആവും.
പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് എഡിറ്റ്, ഡിലീറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാണ്ട്. പക്ഷെ ഇത് ഓക്കെ, ഇതിലിപ്പോൾ 3 ഡാറ്റ അല്ല 4 ഡാറ്റ. ഒന്ന് ഇതെവിടുന്ന വന്നേ? ഓക്കെ, നമ്മൾ ഇത് വർക്കാവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ട കാർഡാണത്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ആവശ്യം ഇപ്പം അല്ല, കളയണ്ട, നമ്മൾ ചെയ്ത് വെച്ചാലേ ആവശ്യമുള്ളതുകൊണ്ട്. ഇപ്പം ആവശ്യമില്ല, അതുകൊണ്ട് അത് കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലൂപ്പ് ചെയ്തിട്ട് ഈ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഐഡിനകത്തോട്ട്, ആ ഒരു എലമെൻറ്റിനകത്തോട്ട് എന്താണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഡിസൈൻ എന്താ വെച്ചാൽ അത് അതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ രീതിയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ കാണിക്കുന്നത്. ഇനി നമ്മളിവിടെ എമൗണ്ട് ആഡ് ചെയ്യും, ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യും, എക്സ്പെൻസ് ആണോ ഇൻകാണോ ചൂസ് ചെയ്യും. എന്നിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ആവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാനുള്ളതൊന്നും ഇല്ല. ഓക്കെ, എന്നാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. അത് ടൈം ലേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഡൗട്ടുകളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ, പുതിയൊരു ടാസ്ക് അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു മെനു ഡ്രിവൺ ATM കാർഡാണ്. ഈ ATM മെഷീൻ്റെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. വൺസ് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് എൻഡും സ്ക്രിപ്റ്റിങ്ങും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് പ്ലസ് HTML പ്ലസ് CSS കണ്ടെയ്ൻ ചെയ്യുന്ന ടാസ്കുകൾ തരാം. അപ്പോഴേ നിങ്ങൾക്കൊരു ത്രില്ല് വരുള്ളൂ. കാരണം ഇത് ഇത്രയും കാലം പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഇവിടെ ഔട്ട്പുട്ടും കാണുന്നുണ്ട്, വേറെ ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതൊക്കെ ഒരുവിധം പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, document dot get element by id dot inner HTML എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് വരും. അതൊരു മെത്തേഡാണ്, അത് മാത്രമാണ് മെത്തേഡെന്ന് നിങ്ങൾ കാണരുത്. ഓക്കെ, പിന്നെ വേറെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ആഡ് ചെയ്യുന്ന എമൗണ്ട് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലേക്ക് എടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതവിടെ വെറുതെ വരുന്നല്ല, നമ്മളിവിടെ ആ രീതിയിൽ എടുത്ത് പ്രിന്റ് ചെയ്തൊക്കെയാണ് ഉള്ളത്. ഇനി നമ്മൾ പ്രിന്റ് ചെയ്തത് നമ്മളെ എക്സ്പെൻസിൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. ഇപ്പം നമ്മളൊരു കമൻറ്റ് ചെയ്തിട്ടിരുന്നില്ല ഒരു പോർഷൻ, അത് അൺകമൻറ്റ് ചെയ്താൽ മതിയാവുമായിരിക്കും. ഓക്കെ, അത് അൺകമൻറ്റ് ചെയ്ത് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ വർക്കാവുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ മെത്തേഡ് ഒന്നും കൂടെ കോൾ ചെയ്താൽ മതി. ഈ ലിസ്റ്റ് എക്സ്പെൻസ് പറഞ്ഞ മെത്തേഡ് ഉണ്ടല്ലോ, അത് ഇതിന് താഴെ എവിടെ കൊടുത്തേ, ഇതിന് താഴെ അത് ഒന്നും കൂടെ കോൾ ചെയ്യുക. കാരണം പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ലിസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് കോൾ ചെയ്തു. ഓക്കെ, അതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിനു മുമ്പ് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ നോക്കാം. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നോക്കാം. വർക്കാവുന്നില്ല. ഓക്കെ, വർക്കായി. പക്ഷേ നമുക്കൊരു പ്രശ്നമുണ്ട്. എനിക്ക് വിചാരിച്ച പോലെ തന്നെ ഈ പ്രോബ്ലം എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. നാളെ നമുക്കത് സോൾവ് ചെയ്യാം. വേറെയും കുറച്ചും കൂടെ കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാം എൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റിയാക്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ഇതിന് പ്രത്യേകിച്ചൊന്നും നമുക്ക് നേടാനില്ല. ഡാറ്റ ആഡ് ചെയ്യുക, ഡാറ്റ അവിടുന്ന് ജാവാസ്ക്രിപ്റ്റിലേക്ക് എടുക്കുക, ജാവാസ്ക്രിപ്റ്റിന് ഡാറ്റ അങ്ങോട്ട് പാസ് ചെയ്യുക. HTML CSS മുന്നേ നമ്മൾ കവർ ചെയ്തതാണ്, അത് നിങ്ങൾ മേക്കപ്പ് ചെയ്യുക നിങ്ങളെ സൈഡ്. ഓക്കെ, അപ്പോൾ കണക്ഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മിക്കവാറും ഇനി നാളെ ഫ്രൈഡേ അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഉഷാറാക്കാം.